റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമസ്ത പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാനും ഉന്നത വിജയം കരസ്ഥമാക്കാനും ഉതകുന്ന രീതിയിൽ ഓരോ വർഷവും ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട്. അത്തരത്തിൽ എല്ലാ വിഷയങ്ങളുടെയും പ്രധാനപ്പെട്ട 50 ചോദ്യോത്തരങ്ങളടങ്ങിയ ഒരു വീഡിയോ സീരീസാണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വീഡിയോകൾ മുഴുവനായിട്ട് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോയിലെ 7ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, റമളാനിൽ പ്രതിഫലം ഇരട്ടിക്കും അവസാന പത്തിൽ പ്രത്യേകിച്ചും ആ അമൽ ഏതാണ്? റമളാനിൽ പ്രതിഫലം ഇരട്ടിപ്പിക്കും അവസാന പത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും പ്രതിഫലം ഉണ്ടാകുന്ന അമൽ സക്കാത്താണോ, തറാവീഹാണോ, എത്തിക്കാഫാണോ? എത്തിക്കാഫാണ്. അത് എത്തിക്കാഫ്. രണ്ടാമത്തത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് നിലകൊള്ളുന്ന സ്ഥലത്തിനൊരു പേരുണ്ടല്ലേ? നബിയുടെ ഖബർ ഷരീഫ് നിലകൊള്ളുന്ന സ്ഥലം റൗളത്തു ഷരീഫ, ഹുജറത്തു ഷരീഫ, ജന്നത്തുൽ ബഖീ. ഏതാണ്? ഹുജറത്തു ഷരീഫാണ്. ഇനി മൂന്നാമത്തത്, ഖസ്റാക്കാവുന്ന യാത്രയിൽ നോമ്പ് മുറിക്കൽ. ഖസ്റാക്കാവുന്ന യാത്ര, അതിൽ നോമ്പ് മുറിക്കൽ എന്താണ്? ജായിസാണ്. ജായിസ്, ഹറാമ്, കറാഹത്ത്, ജായിസാണ് ആൻസർ. നാലാമത്തത്, കാരണമില്ലാതെ ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ. ഒരു കാരണമില്ലാതെ ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കലാണെന്ന് ശ്രദ്ധിക്കണം. 1-2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അത് കറാഹത്താണ്. ആ ദിവസത്തെ തൊട്ട് പിന്തിക്കലാണെങ്കിൽ ഹറാമാണ്. ചോദ്യം മനസ്സിലാക്കിയിട്ട് വേണം ആൻസറുകൾ നോക്കാൻ. അഞ്ചാമത്തത്, ഒരു സ്വാഴ് എത്ര ലിറ്ററാണ്? ഒരു സ്വാഴ് എത്ര ലിറ്ററാണ്? അത് 3.200 ലിറ്ററാണ്. ഇവിടെ 3.200, 2.200, 3.600 ഒക്കെ ഉണ്ട്. അതിലിതാണ് 3.200. ഇനി ആറാമത്തത്, മീഖാത്ത് അല്ലാത്തത് ഏത്? മീഖാത്ത് അല്ലാത്തത് ഷാം, യലംലം, ജുഹഫ. മീഖാത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ദുൽഹുലൈഫ, ജുഹഫ, യലംലം, ഖർനുൽ മനാസിൽ, ദാത്തീർക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഷാം ഇല്ലല്ലോ. അപ്പോൾ ഷാം അല്ലാത്തത് വെച്ചാൽ ഷാമാണ് അവിടെ എഴുതേണ്ടത് ആൻസർ. ഇനി ഏഴാമത്തത്, മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ഡാഷ്. ഒരു ഹദീസാണ്. മൻ ഹജ്ജ, ഒരാൾ ഹജ്ജ് ചെയ്തു, വലം യസുർനി, എന്നെ സിയാറത്ത് ചെയ്തില്ല എങ്കിൽ ഫഖദ്, അവൻ എന്നോട് പിണങ്ങിയവനാണ്. നമ്മൾ പഠിച്ചില്ലേ? കഫാനി, ജഫാനി, അസ്വാനി. ജഫാനി എന്നാണ്. മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി എന്നാണ് വരിക. എട്ടാമത്തത്, മസ്ജിദുൽ നബവിയിൽ പ്രവേശിക്കേണ്ടത് ഏതു കവാടത്തിൽ കൂടിയാണ്? മസ്ജിദുൽ നബവിയിൽ പ്രവേശിക്കേണ്ടത് ഏത് കവാടത്തിൽ കൂടിയ? ബാബു ജിബ്രീൽ, ബാബു നിസ, ബാബു റൗള. അതിൽ ബാബു ജിബ്രീലാണ് അല്ലേ? ബാബു ജിബ്രീൽ വഴിയാണ് മസ്ജിദുൽ നബവിയിൽ പ്രവേശിക്കേണ്ടത്. അതാണ് അതിൻ്റെ ആൻസർ. ഒമ്പതാമത്തത്, തയമ്മുമിൽ 2ാമത്തെ അടിയിൽ മോതിരം ഊരൽ. തയമ്മും ചെയ്യുമ്പോൾ 2ാമത്തെ അടിയിൽ മോതിരം ഊരൽ ജായിസ്, സുന്നത്ത്, വാജിബ്. വാജിബാണ്. 2ാമത്തെ അടിയിൽ മോതിരം ഊരൽ വാജിബാണ്. ഇനി 10ാമത്തത്, ജിമാഅ് ചെയ്യപ്പെട്ടവളെ ത്വലാഖ് ചൊല്ലൽ. ജിമാഅ് ചെയ്യപ്പെട്ടവളെ ത്വലാഖ് ചൊല്ലൽ ഹറാമാണോ, കറാഹത്താണോ, ജായിസാണോ? അത് ഹറാമാണ് അല്ലേ? ഹറാം. പിന്നെ 11ാമത്തത്, 10 ഔസുക്ക്. 10 ഔസുക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 595 ഗ്രാം, 1920 ലിറ്റർ, 960 ലിറ്റർ. അതിൽ 10 ഔസുക്ക് പറഞ്ഞാൽ 1920 ലിറ്ററാണ്. 5 ഔസുക്കാണെങ്കിൽ 960 ലിറ്റർ, പിന്നെ 10 ഔസുക്കാണെങ്കിൽ 1920 ലിറ്റർ. ഇനി 12ാമത്തത്, ഹിജറും ഷാദർവാനും കഅബയിൽ ഡാഷ്. ഹിജറും ഷാദർവാനും കഅബയിൽ പെട്ടത്. ഹിജർ പെട്ടത്, ഷാദർവാൻ പെടാത്തത്. രണ്ടും എന്താണ്? കഅബയിൽ പെട്ടതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിജറും ഷാദർവാനും കഅബയിൽ പെട്ടത് എന്നാണ് അവിടെ ആൻസറായിട്ട് വരിക. ഇനി 13ാമത്തത്, അടിമത്ത മോചന കരാർ എഴുതപ്പെട്ട അടിമകളാണ് ആര്? അടിമത്ത മോചന കരാർ എഴുതപ്പെട്ട അടിമകളാണ് ഗാരിമ്, മുഅല്ലഫത്തുൽ ഖുലൂബ്, റിഖാബ്. ഇത് സക്കാത്തിൻ്റെ അവകാശികൾ പെട്ടതാണ്. അതിൽ അടിമത്ത മോചന കരാർ എഴുതപ്പെട്ട അടിമകളാണ് റിഖാബ്. മുഅല്ലഫത്തുൽ ഖുലൂബ് പറഞ്ഞാൽ നവ മുസ്ലിം അല്ലേ? ഗാരിമ് പറഞ്ഞാൽ കടമുള്ളവനാണ്. ഇനി 14ാമത്തത് ഖനാദിഖ് അല്ലേ? അതിന്
ഉദയ അസ്തമന സ്ഥാനങ്ങൾ എന്നാണോ, പിന്നെ കാക്ഷിക്കുക എന്നാണോ, കിടങ്ങുകൾ എന്നാണോ, സലാസ ഖനാദിഖ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ, കിടങ്ങുകളാണ്. 15-ാമത്തേത് ഒരു തയമ്മും കൊണ്ട് എത്ര ജനാസ നിസ്കരിക്കാം. ഒരു തയമ്മും കൊണ്ട് എത്ര ജനാസ, ഫർളാണെങ്കിൽ ഒന്ന് മാത്രമേ പറ്റുള്ളൂ, ജനാസയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് മാത്രം എത്രയുമാവാം, തീരെ പറ്റില്ല എന്നാണ്, എത്രയുമാവാം. സുന്നത്തും പിന്നെ ഫർള് കിഫായ അഥവാ ജനാസ നിസ്കാരമൊക്കെ എന്ത് ചെയ്യുക, എത്രയുമാവാം എന്ന് പഠിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ആൻസർ. 16-ാമത്തേത് മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മീക്കാത്ത്. മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മീക്കാത്ത് ഏതാ? അത് ഹറമിൻ്റെ പുറത്തുള്ള സ്ഥലമാണോ, മക്കയാണോ, ഖർനുൽ മനാസിലാണോ? മക്കയാണ്. മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മീക്കാത്ത് മക്ക തന്നെയാണ്. 17-ാമത്തെ ചോദ്യം ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫർള് സൗമ് നോമ്പ്, പിന്നെ സ്വലാത്ത് നിസ്കാരം, പിന്നെ സക്കാത്ത്. അതിൽ ഏതാണ്? സക്കാത്താണ് അല്ലേ. ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫർള് സക്കാത്ത്. 18 മുഹരിം അഥവാ ഇഹ്റാം ചെയ്തവൻ സുഗന്ധം ഉപയോഗിക്കൽ. ഇഹ്റാം ചെയ്ത ആൾക്കാർ സുഗന്ധം ഉപയോഗിക്കൽ എന്താണ്? സുന്നത്താണോ, ജായിസാണോ, ഹറാമാണോ? അത് ഹറാമാണ്. സാധാരണ സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്, പക്ഷേ ഇഹ്റാം ചെയ്താൽ പിന്നെ ഹറാമാകുന്ന കാര്യങ്ങൾ പെട്ടതാണത്. പിന്നെ 19-ാമത്തെ ചോദ്യം സക്കാത്തിൻ്റെ അവകാശികൾ. സക്കാത്തിൻ്റെ അവകാശികൾ 7 ആണോ, 6 ആണോ, 8 ആണോ? 8 ആണ് സക്കാത്തിൻ്റെ അവകാശികൾ. അതാണ് അതിൻ്റെ ഉത്തരം. 20-ാമത്തെ ചോദ്യം തയമ്മുമിന് മണ്ണ് അടിച്ചെടുക്കൽ. ഫർള്, സുന്നത്ത്, ഷർത്ത്. ഫർളാണല്ലേ മണ്ണടിച്ചെടുക്കൽ. നിയ്യത്ത്, മണ്ണടിച്ചെടുക്കലൊക്കെ ഫർളിൽ പഠിച്ചല്ലോ. 21 കുളി സുന്നത്തുള്ള നിസ്കാരമാണ്. ജുമുഅ, തഹജ്ജുദ്, സുബ്ഹ്. ജുമുഅയാണ് കുളി സുന്നത്തുള്ള നിസ്കാരം. ഇനി 22 ദുൽഹിജ്ജ 9 ഹാജിമാർ നിൽക്കേണ്ടത് എവിടെ? ദുൽഹിജ്ജ 9 അറഫ ദിവസമാണ്. അപ്പോൾ അവിടെ ഇക്കാരം മിനയിൽ, മുസ്ദലിഫയിൽ, അറഫയിലാണ്. ഇനി 23 നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. 4, 2, 3 4 നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ 24 തയമ്മുമിൽ മുഖം തടവൽ. തയമ്മും ചെയ്യുമ്പോൾ മുഖം തടവൽ ഷർത്താണോ, ഫർളാണോ, സുന്നത്താണോ? അത് മുഖം തടവൽ എന്താണ്? ഫർളാണ്. നിയ്യത്ത്, മുഖം തടവൽ, പിന്നെ കൈ തടവലൊക്കെ ഉണ്ടല്ലോ. 25 ഹജ്ജിൻ്റെ മാസങ്ങളിൽ പെട്ടതാണ്. റമദാൻ, റജബ്, ദുൽഖഅദ. ഏതാണ്? അത് ദുൽഖഅദയാണ് അല്ലേ. ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജയിൽ നിന്നുള്ള 10 ദിവസമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. റജബ്, റമദാൻ അതിൽ പെട്ടതല്ല. 26 ആദ്യം ഉംറയും പിന്നെ ഹജ്ജും ചെയ്യുക. അതിനൊരു പേരുണ്ട്. ആദ്യം ഉംറ പിന്നെ ഹജ്ജ്. അതിനെന്താ പേര് പറയാം? ഇഫ്രാദ്, ഖിറാൻ, തമത്തു. ആൻസർ തമത്തു ആണല്ലേ. ആദ്യം ഹജ്ജും പിന്നെ ഉംറയാണെങ്കിൽ ഇഫ്രാദ്, ആദ്യം ഉംറയും പിന്നെ ഹജ്ജും ആണെങ്കിൽ തമത്തു. രണ്ടിനും ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് ഹജ്ജിൻ്റെ അമൽ ചെയ്യുകയാണെങ്കിൽ ഖിറാൻ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. 27-ാമത്തെ ചോദ്യം ജിമാഅ കൊണ്ട് റമദാൻ നോമ്പ് ഫസാദാക്കിയവൻ്റെ വാജിബാണ് എന്ത്? റമദാൻ നോമ്പ് ഫസാദാക്കിയത് ജിമാഅ കൊണ്ടാണ്. അവനക്ക് എന്താണ് നിർബന്ധം? ഇത്തികാഫ്, സ്വതക്ക, കഫാറത്താണ് നിർബന്ധം. പിന്നെ 28-ാമത്തേത് ഇഹ്റാം കൊണ്ട് ഹറാമായ കാര്യങ്ങൾ. ഇഹ്റാം ചെയ്താൽ ഹറാമായ കാര്യങ്ങൾ 12, 8, 14 12 അത്. ഇനി 29 ഹജ്ജും ഉംറയും 3 രൂപത്തിൽ നിർവഹിക്കാം. ഏറ്റവും അഫ്ളൽ ഏതാണ്? ഹജ്ജും ഉംറയും 3 രൂപം, ഇഫ്രാദ്, തമത്തു, ഖിറാൻ. അതിലേറ്റവും അഫ്ളലായ രൂപം ഏതാണ്? ഇവിടെ ഖിറാനും തമത്തുവും ഇഫ്രാദും ഉണ്ട്. ഇഫ്രാദാണ് ഏറ്റവും അഫ്ളലായ രൂപം. പിന്നെ തമത്തു, പിന്നെ ഖിറാൻ ആ രൂപത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പിന്നെ 30 സഈൻ്റെ ഷർത്തുകൾ. 3, 8, 9 3 സഈൻ്റെ ഷർത്തുകൾ. പിന്നെ 31 ഉംറയുടെ ഫർളുകൾ എത്രയാണ്? 5, 4, 6 5 ഹജ്ജിൻ്റെ ഫർളുകളാണെങ്കിൽ 6, ഉംറയുടെ ഫർളുകൾ 5. ഇതിൽ അറഫയിൽ നിൽക്കലാണ് ഒഴിവാക്കിയ ഉംറയുടെ ഫർളാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 39 ആടുകളുള്ളവർ എന്താണ് കൊടുക്കേണ്ടത്? 39 ആടുകളുണ്ടെങ്കിൽ എന്താണ് കൊടുക്കേണ്ടത്? എന്തെങ്കിലും കൊടുക്കണോ? ഒന്നും കൊടുക്കേണ്ടതില്ല. ഒരാടിനെ, ഒരു ആട്ടിൻകുട്ടിയെ ഒന്നും കൊടുക്കേണ്ടതില്ല അല്ലേ. 40 ആടുകളാകുമ്പോഴേ സക്കാത്ത് നിർബന്ധമാവുള്ളൂ. 39 ആകുമ്പോൾ നിർബന്ധമാവില്ല, അപ്പോൾ ഒന്നും കൊടുക്കണ്ട. ഇനി 33-ാമത്തെ ചോദ്യം റജബ് 27. റജബ് 27
നമ്മളെന്തോ ഒരു പേര് പറയല്ലോ, എന്താ ബറാഅത്ത് ദിനം എന്നാണോ, മിഅ്റാജ് ദിനം എന്നാണോ, ആഷൂറ ദിനം എന്നാണോ? മിഅ്റാജ് ദിനം എന്നാണ് പറയാം. റജബ് 27 മിഅ്റാജ് ദിനം. 34-ാമത്തെ ചോദ്യം, ഹജ്ജ് ഫർളാക്കപ്പെട്ട വർഷം. ഹജ്ജ് ഫർളാക്കപ്പെട്ട വർഷം ഹിജറ 2, ഹിജറ 4, ഹിജറ 6. ഹിജറ 6 അതിൻ്റെ ആൻസർ. പിന്നെ 35 അറഫാ ദിനം. അറഫാ ദിനം എന്നാ വരിക? ദുൽഹിജ്ജ 10 ആണോ, ദുൽഹിജ്ജ 9 ആണോ, ദുൽഹിജ്ജ 8 ആണോ? ദുൽഹിജ്ജ 9 അറഫാ ദിനം. ഇനി 36 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യൽ. നബി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യൽ വാജിബ്, സുന്നത്ത്, ശക്തിയായ സുന്നത്ത്. ശക്തിയായ സുന്നത്താണ് അതിൻ്റെ ഉത്തരം. പിന്നെ 37 ഷെക്കിൻ്റെ ദിവസം ഏത്? ഷെക്കിൻ്റെ ദിവസം ഷഅബാൻ 29, റമദാൻ 29, ഷഅബാൻ 30. അതിൽ ഷെക്കിൻ്റെ ദിവസം ഏതാണ് വരിക? ഷഅബാൻ 29 അല്ലേ? റമദാനാണോ ഇല്ല എന്നുള്ളത് ഉറപ്പായിട്ടില്ലല്ലോ, അപ്പോൾ സംശയത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ ഷഅബാൻ 29 അതാണ് ആൻസർ. 38 ബഖീൽ മറവ് ചെയ്യപ്പെട്ട മദ്ഹബിൻ്റെ ഇമാമാർ. ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്യപ്പെട്ട മദ്ഹബിൻ്റെ ഇമാമുമാരിൽ ഒരാൾ ഇമാം മാലിക്, ഇമാം അഹ്മദ്, ഇമാം അബൂ ഹനീഫ. ഇമാം മാലിക്കാണ് അതിൻ്റെ ആൻസർ റളിയല്ലാഹു അൻഹു. പിന്നെ 39-ാമത്തത് മുഹറമാത്തുൽ ഇഹ്റാമിൽ പെട്ടതാണ്. മുഹറമാത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഇഹ്റാം കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളാണ്. അതിൽ പെട്ടതാണ് തവാഫ്, നിക്കാഹ്, കുളി. ഏതാണ്? നിക്കാഹാണ് ഇഹ്റാം കൊണ്ട് ഹറാമായ കാര്യങ്ങൾ പെട്ടത്. 40-ാമത്തത് ശവത്തിൻ്റെ തോലുറച്ച മുട്ട. ശവത്തിൻ്റെ തോലുറച്ച മുട്ട നജസാണോ, മുത്തനജിസാണോ, ത്വാഹിറാണോ? അത് ത്വാഹിറാണ്. ഇനി 41-ാമത്തെ ചോദ്യം, മധ്യനിലയിലുള്ള നജസ്. മധ്യനിലയിലുള്ള നജസ് എന്ന് പറഞ്ഞാൽ മുഗല്ലദ്, മുഖഫഫ്, മുത്തവസ്സിത്ത്. ഏതാ? മുത്തവസ്സിത്താണ് അല്ലേ? കഠിനമായതാണെങ്കിൽ മുഗല്ലദ്, പിന്നെ മധ്യനിലയിലുള്ളത് മുത്തവസ്സിത്ത്, ലഘുവായത് മുഖഫഫ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 42 ഇസ്തിഹാദത്തുകാരി ഫർള് നിസ്കരിക്കൽ. ഇസ്തിഹാദത്തുള്ള സ്ത്രീ എന്താണ്? ഫർള് നിസ്കരിക്കൽ എന്താണ്? ഫർളാണ്. ഫർള് ഹറാമ് കറാഹത്ത്. ഫർളാണ്. ഇസ്തിഹാദത്താണ്. ഹയലോ നിഫാസൊന്നുമല്ല, അത് മനസ്സിലുണ്ടാവട്ടെ. ഇസ്തിഹാദത്ത് എന്ന് കാണുമ്പോഴേക്കിന് ഹറാമ് നമുക്ക് ചാടരുത് എന്നർത്ഥം. 43 സ്ത്രീകൾക്ക് ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തുകൾ. സ്ത്രീകൾക്ക് ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തുകൾ അത് 5 ആണോ 6 ആണോ 2 ആണോ? അത് 6 ആണ്. പിന്നെ 44-ാമത്തത് ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായത്. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായത് ഖുർആൻ ഓതൽ, പള്ളിയിൽ താമസിക്കൽ, കഅബ തവാഫ് ചെയ്യൽ. ഏതാണ്? കഅബ തവാഫ് ചെയ്യലാണ്. തവാഫ് ചെയ്യൽ അതിൽ പെട്ടതാണ്. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ പെട്ടതാണ്. 45 ജീവനുള്ള ആടിൽ നിന്ന് പിരിഞ്ഞ രോമം. ജീവനുള്ള ആടിൽ നിന്ന് പിരിഞ്ഞ രോമം എന്താണ്? നജസാണോ ത്വാഹിറാണോ? പിന്നെ അറിയില്ല. എന്താണ്? ത്വാഹിറാണ് അല്ലേ? ജീവനുള്ള ആടിൽ നിന്ന് പിരിഞ്ഞ രോമം ത്വാഹിറാണ്. ഇനി 46-ാമത്തെ ചോദ്യം, സക്കാത്തിന് കൊല്ലം തികയേണ്ടതില്ലാത്തതാണ്. സക്കാത്തിന് കൊല്ലം തികയേണ്ട, നിശ്ചിത കണക്ക് പൂർത്തിയായാൽ മതി. നോട്ട്, ഒട്ടകം, കാരക്ക. കാരക്കയാണ് അല്ലേ? കാരക്ക, മുന്തിരി ഇവയിൽ എന്ത് ചെയ്യേണ്ട? കൊല്ലം തികയേണ്ട, കണക്ക് പൂർത്തിയായാൽ മതി. 48 ഇറാഖിൽ നിന്ന് വരുന്നവരുടെ മീഖാത്ത്. ഇറാഖിൽ നിന്ന് വരുന്നവരുടെ മീഖാത്ത് ജുഹഫ, ദാത്തു ഇറക്ക്, യലംലം. ഏതാണ്? ദാത്തു ഇറക്കാണ് ഇറാഖിൽ നിന്ന് വരുന്നവരുടെ. അപ്പോൾ ഈ ഇറക്ക് എന്നുള്ളൊരു വാക്ക് മനസ്സിൽ വെച്ചാൽ മതി. പരീക്ഷകളിലൊക്കെ വന്നാൽ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്കത് എഴുതാം. പിന്നെ 48 തയമ്മുമിൽ 3 തവണ തടവൽ. തയമ്മും ചെയ്യുമ്പോൾ 3 തവണ തടവൽ. അത് വാജിബ്, സുന്നത്ത്, വാജിബില്ല. ശരിക്ക് അത് സുന്നത്തില്ല എന്നാണ് പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. തയമ്മുമിൽ 3 തവണ തടവൽ സുന്നത്തില്ല. ഇവിടെ ഈ സുന്നത്ത് എന്നുള്ളത് സുന്നത്തില്ല എന്നാക്കുകയാണെങ്കിൽ അത് ശരിയിടാം. അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി 49-ാമത്തത് ഖുദൂമിൻ്റെ തവാഫ് ചെയ്യൽ. ഖുദൂമിൻ്റെ തവാഫ് ചെയ്യൽ ഫർളാണോ സുന്നത്താണോ വാജിബാണോ? ഖുദൂമിൻ്റെ തവാഫ് സുന്നത്താണ് അല്ലേ? അപ്പോൾ സുന്നത്ത് എന്നിടാം. അതാണ് അതിൻ്റെ ആൻസർ. 50-ാമത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ, നോമ്പ് മുറിയുന്ന കാര്യമാണ്. നോമ്പ് മുറിയുന്ന കാര്യമാണ് എന്ത്? ജിമാ, കുളിക്കൽ, നിയ്യത്ത്. കുളിക്കലും നിയ്യത്തൊന്നും നോമ്പ് മുറിയുന്ന കാര്യമല്ല, ജിമാ ആണ് അതിൻ്റെ ആൻസർ. നോമ്പ് മുറിയുന്ന കാര്യമാണ് ജിമാ.
ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.